ഈ നേതാവിനെക്കുറിച്ച് പുറം ലോകം അധികം അറിയപ്പെടുന്ന സമയമാണ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് റിനി, കാരണം എന്തെന്ന് വെച്ചാൽ വേട്ടക്കാർ പലപ്പോഴും സമൂഹത്തിൽ മുഖം മൂടിയോടുകൂടി ഇരിക്കുകയോ വേട്ടക്കാരെക്കുറിച്ച് പറയാൻ ഭയപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ്. ഞാൻ സ്ട്രെയിറ്റ് അവേ ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യുവ നേതാവ് MLA ആവുന്നത് തൊട്ടടുത്ത കാലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല ആരോപണങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഉയർന്നിരുന്നു, പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നിഷേധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത്, യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് അടുത്ത കാലത്താണെങ്കിലും അതിനു മുൻപ് തന്നെ അദ്ദേഹം ടെലിവിഷൻ ചാനലുകളിലൂടെ നമുക്കൊക്കെ അറിയാവുന്നയാളാണ്. ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്നത്, ഈ പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അത് പറയുന്നത് കൊണ്ട് റിനിക്ക് ഏതെങ്കിലും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നതാണോ റിനി ഭയക്കുന്നത്? ഞാൻ സ്ട്രെയിറ്റ് ആയി ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ അത് ബോൾഡായിട്ട് റിനിക്ക് നിഷേധിക്കാം. കാരണം അങ്ങനൊരു നേതാവിനെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാടില്ല, സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ പാടില്ല. അല്ല, ഞാൻ അങ്ങനെ ഭയക്കുന്നില്ല. പക്ഷെ ആ വ്യക്തി ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിലെ പലരുമായും വളരെ അടുത്ത സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് മുതിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആരും ആണെന്ന് പറഞ്ഞിട്ടില്ല. ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില ചിത്രങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഇന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ടില്ല. ആ വ്യക്തിക്ക് ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡാണെന്ന് ഞാൻ പറയുന്നു. അതായത് ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ പുലർത്തിയ വ്യക്തി തന്നെയാണ് താങ്കൾ സൂചിപ്പിക്കുന്ന വ്യക്തി.